ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ നമ്മുടെ വാടക വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ നല്ല മഴയാണ്. മഴയൊക്കെ മാറി തെളിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ബോഗൻവില്ലയൊക്കെ ഞാൻ ഓരോ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ മതൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടുവന്ന കമ്പ് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ബോഗൻവില്ലയ്ക്കൊക്കെ എന്താ റേറ്റ് ഈ ചെടിക്കടയിലൊക്കെ. അങ്ങനെ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 കളറോളം ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് നമ്മുടെ വീടിൻ്റെ ഗേറ്റാണ്. ഫ്രണ്ടിൽ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ വരുന്നത്. ഒരു 2 വീലറിന് പോകുന്ന രീതിക്കുള്ളൊരു ഇത് ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് കാണുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ പിന്നല്ലേ നിറയെ വെള്ളം കിട്ടിയാലോ മഴ ഒന്നും തോരില്ലേ, അപ്പോഴേക്കും വെള്ളം പോയി ഇതുപോലെ ആവും കേട്ടോ. ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. പിന്നെ നമ്മുടെ കയറി വരുന്നവിടെ തന്നെ ഒരു പേരമരം ഉണ്ട്. പേരമരത്തിൽ എപ്പോഴും പേരയ്ക്ക ഉണ്ടാവും കേട്ടോ. പഴുത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഓരോന്നൊക്കെ പറിച്ച് കൈ പിടിക്കും. ഇപ്പോൾ സിനിമക്ക് പോയാലും ഒരു 3-4 പൊട്ടിച്ച് കൈ പിടിച്ചിട്ടാണ് ഞാൻ സിനിമക്ക് പോവുക. അപ്പം പോണ വഴിക്ക് കഴിക്കാമല്ലോ. ഇപ്പം ഇത് നമ്മുടെ വീരൻ അതുപോലെ സാൻ്റെ അടക്കളുടെ ഭാഗത്തായിട്ട് ഇരിപ്പുണ്ട്. അതാണ് കേട്ടോ നമ്മുടെ ബാത്റൂമൊക്കെ വരുന്നത്. മഴ പെയ്തിട്ടാണ് ഇങ്ങനെ കിടക്കണത്. ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചേക്കണേണ്. ഓരോന്നാ ഇതുപോലെ തന്നെ കമ്പും ചില്ലയൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചേക്കണേണ്. നമുക്ക് ഇത് അത്യാവശ്യമുണ്ട് വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യാനാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു ഫലവുമില്ലാത്തൊരു കായ്ഫലം പോലും ഇല്ലാത്തൊരു പ്ലാവ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ നോക്കണത് നമ്മുടെ സിറ്റ് ഔട്ട്. വീരൻ ഓടി വന്നിരിക്കണേണേ ഞാൻ കിടക്കാൻ പോണേന്ന് ഓർത്തിട്ട്. പിന്നെ അതാ ഒരു വാക്യം ഞാൻ എന്നും എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ, വാചകോട്ടാ. ഈ സമയവും കടന്നു പോകും എന്നുള്ളത്. വീരൻ എന്നെ വിടുന്ന മട്ടില്ല. അപ്പം എന്നാൽ അവൻ ആഗ്രഹിക്കണ പോലെ ഉമ്മ വെച്ച് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഈ കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ട്, വാടക വീടിൻ്റെ സിറ്റ് ഔട്ടാണ് കേട്ടോ. അവിടെ അല്ലറ ചെടി ഇതൊന്നും ആയിരുന്നില്ല, കുറേ ഉണ്ടായിരുന്നു. ഇവന്മാർ രാത്രി കളിക്കുമ്പോൾ എല്ലാം എടുത്തുകൊണ്ടുപോയിട്ട് കളിച്ച് എല്ലാ ചെടിയും നശിപ്പിച്ച്. പിന്നെ നമ്മുടെ 4 ലവ് ബേഡ്സുകളാണ്. 4 പേരുണ്ട്. അവർ പകൽ കുഴിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാ. അവൻ ഞാൻ കിടക്കാൻ പോണേന്ന് ഓർത്തിട്ട് വന്നാണേ. പകൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാ കിടക്കുക, ചായ കുടിക്കലൊക്കെ. പിന്നെ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടാണ് നമ്മുടെ പൂജാമുറി വരുന്നത്. പൂജാമുറി ഞാനിങ്ങനെ അടച്ചിട്ടേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുടച്ചിടും രാവിലെ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മഴയുമാണല്ലോ. ഇവന്മാർ ആ വെള്ളവും ചെളിയൊക്കെ ചവിട്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഓടിക്കയറി കളിക്കും. ഇവർക്ക് ഇത്തിരി ഒളിച്ച് കളിയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കയറും. അത് വേണ്ടല്ല എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ അടച്ചിട്ടിരുന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ഹാളിലേക്കാണ്. ഹാളിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ തയ്യൽ മെഷീനും അതുപോലെ തന്നെ ഫ്രിഡ്ജും കാണാം. ഇതൊക്കെ ഞങ്ങൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം മേടിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കിടക്കണത്. അവിടെ ഒരു കട്ടിലും ഒരു അലമാരിയും അത് അങ്ങനെ വെച്ചേക്കണ്. ഇതൊക്കെ നമ്മൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ മേടിച്ചത്. നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. കുടിക്കാനൊരു വെള്ളം നിറച്ച് വെക്കണ ഒരു കുടം പോലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. നമ്മളെല്ലാം പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവന്ന് വെള്ളം നിറച്ച് വെച്ചൊക്കെയാണ് നമ്മൾ കുടിച്ചിരുന്ന് വെച്ചത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മളെല്ലാം മേടിച്ചത്. പിന്നെ അത് ആ കുപ്പി കാണുന്ന വൈറ്റ് കളറിൽ ഇത് കാണുന്നതെന്ന് വെച്ചാൽ ഏട്ടൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ തയ്യൽ മെഷീൻ, പിന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങൾ ഒക്കെയാണ്. ഇവിടെയാണ് തയ്യൽ മെഷീൻ ഇട്ടിരുന്ന് വെച്ചത്. അവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് തുടക്കാനും പിടിക്കാനും നീക്കി വരുമ്പോൾ സ്ഥലങ്ങൾ മാറിപ്പോണേ. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് വെച്ചേക്കണേന് ചെറിയൊരു അറ പോലത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഇങ്ങാടെ ഇറങ്ങിയിട്ട് ഇത് ഇവിടെ ഈ കാണുന്നിടത്തിരുന്നാണ് ഞങ്ങൾ രാത്രി ആയാലും എപ്പോഴായാലും ഭക്ഷണം കഴിക്കണത്. പിന്നെ ഇത് അലക്കിയ തുണിയൊക്കെ വിരിച്ചിടാനൊക്കെ ആയിട്ട് എടുത്തേക്കണ ഒരു മുറിയാണ് ഞാൻ. പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള. വിറകടുപ്പ് കത്തിക്കണതിന് ഞാൻ അടുപ്പിലാണ് കത്തിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മൾ വെള്ളം പിടിച്ച് വെക്കുന്ന 2 ക്യാനാണ് കേട്ടോ കഞ്ഞി വെക്കാനുള്ളത്. പിന്നെ എന്നിട്ടാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂറ്. പിന്നെ പറഞ്ഞു വന്നത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ആ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് 2023 ഇറക്കി വിട്ടതാണ് കേട്ടോ.
ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നത് എൻ്റെ മരുന്നുകളാണ് കേട്ടോ. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാവേ. അപ്പം ഇറക്കി വിട്ട സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയായിരുന്നു ചെയ്തത്. ആ ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെയാണ് തങ്ങിയത്. കാരണം ജാനുവരി 1 അനുബന്ധിച്ച് കുറേ പരിപാടിയും കാര്യങ്ങളും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടി. ജനുവരി 1 2023 അത് കഴിഞ്ഞ് ഞങ്ങളൊരു രാത്രി സാബു എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിച്ചു കൂട്ടി, പുതുവൈപ്പിലുള്ളത്. പിന്നെ ഒരു 4 ദിവസത്തോളം ഞങ്ങൾ റൂം എടുത്തിട്ടാണ് നിന്നത്. പിന്നെ ഏട്ടൻ്റെ കൂടെ പണിയെടുത്ത ശശി എന്ന് പറയുന്ന ചേട്ടൻ പൈസ തന്ന് ഒരു വീടെടുത്ത്, വീടെന്ന് പറയാനില്ല, ഒരു 80 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മുറി. അതിൽ ഞങ്ങൾക്ക് വാടക കൂടാതെ കറണ്ട് ബില്ലൊക്കെ 800-850 അവർ ഞങ്ങൾക്ക് തന്നിരുന്നത്. ബില്ലൊന്നും നമ്മളെ കാണിച്ചൊന്നിരുന്നില്ല. ഇതൊക്കെ ഞാൻ ചെയ്തേക്കണ ക്രാഫ്റ്റുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടാണ് ഈ വീടെടുത്തത്. ഇവിടെ നമുക്ക് 200-250 വന്നുള്ളൂ വീരം കിടക്കണമെങ്കിൽ. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയതൊക്കെ തന്നെ. ഞങ്ങൾക്കൊരു വാശിയാണ്. ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഞങ്ങളൊന്നും നിലംപൊത്തി പോയില്ല, ഉയർന്ന് തന്നെ വന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ എല്ലാം സമ്പാദിച്ച് തുടങ്ങിയേക്കണേണ്. ഇനി നമുക്കൊരു വീടെന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെന്താ, തള്ളിപ്പറഞ്ഞവരോടും തള്ളിക്കളഞ്ഞവരോടും എല്ലാവരോടും നന്ദിയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, നല്ല സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത്. ഏട്ടൻ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്, അതുപോലെ ഏട്ടക്ക് ഞാനും സപ്പോർട്ടായിട്ട് നിൽക്കണേണ്. ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുണ്ട്, നിങ്ങളും ഞങ്ങളുടെ സ്വന്തവും ബന്ധവും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.